നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സീസണൽ അഫക്റ്റീവ് ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഇത് മൂഡ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഒരു വർഷത്തില് സർട്ടൻ സീസൺസിൽ മാത്രം കണ്ടുവരുന്ന വിഷാദത്തെയാണ് നമ്മൾ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് പല വ്യക്തികൾക്കും പല സീസണിലായിരിക്കും കാണുന്നത്. ചിലർക്ക് സമ്മറിലായിരിക്കാം, ചിലർക്ക് വിന്ററിലായിരിക്കും, ചിലർക്ക് സമ്മറിൽ സ്റ്റാർട്ട് ചെയ്ത് റെയിനി സീസൺ വരെ നീണ്ടു നിൽക്കാം. ബട്ട് മോസ്റ്റ്ലി വിന്ററിൽ തന്നെയാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ കാണുന്നത് കൂടുതൽ പേർക്കും. സീസണൽ അഫക്റ്റീവ് ഡിസോർഡറിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ലോ എനർജി, ലോ മൂഡ്, ഭയങ്കരമായിട്ടുള്ള ഇറിറ്റബിലിറ്റി, സാഡ്നെസ്, സോഷ്യൽ വിഡ്രോവൽ, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ട്, അതേപോലെ ഉറക്കമില്ലായ്മ, അധിക സമയം കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതെല്ലാം ചിലരിൽ കാണാൻ പറ്റും. അതേപോലെ ഹോപ്പ്ലെസ്നെസ്, വെർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് ഫീലിങ്സ് ഒക്കെ അവരിൽ ഉണ്ടാവാം. ഇതിന്റെ കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. മെയിൻ ആയിട്ടും അൺഅവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഒരു വലിയ റീസൺ ആണ്. സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലേക്ക് പോവുകയും സീസണൽ അഫക്റ്റീവ് ഡിസോർഡറിലേക്ക് വഴിതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്ന ഇംബാലൻസ് ഒരു വലിയ റീസൺ ആണ്. ബോഡിയിലുള്ള മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൽ വരുന്ന ഇംബാലൻസ്, അത് നമ്മളുടെ സ്ലീപ്പും മൂഡും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. സോ അതിന്റെ കുറവ് ഒരു വലിയ കാരണമായിട്ട് മാറാം. ജെൻഡർ ഒരു വലിയ റീസൺ ആണ്. പ്രിവലൻസ് റേറ്റ് നോക്കുമ്പോൾ കമ്പയറിംഗ് ടു മെൻ ഇത് വിമനിലാണ് കൂടുതലും കാണാനുള്ള സാധ്യത. സോ ജെൻഡർ ഒരു റീസൺ ആണ്. ജോഗ്രഫി ഒരു റീസൺ ആണ്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇക്വേറ്ററിൽ നിന്ന് ദൂരെയുള്ള രാജ്യങ്ങളിലൊക്കെ ഡേ ലൈറ്റ് വേരിയേഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഹാവിങ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. ജെനറ്റിക്സ് ഒരു റീസൺ ആണ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂട്ടുന്നുണ്ട്. ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻ, ഇപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ മെൻസ്ട്രേഷന്റെ സമയം, ഹോർമോണൽ പ്രൊഡക്ഷൻ, ഇതിലൊക്കെ ഉണ്ടാവുന്ന ഡിസ്റപ്ഷൻസ് അതിനൊരു കാരണമാവുന്നുണ്ട്. പേഴ്സണൽ ഹിസ്റ്ററി, മുന്നേ ഇതുപോലുള്ള ഡിപ്രഷന്റെ എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി ത്രൂ ടോക്കിംഗ് നമ്മൾ അവരോട് ചോദിക്കും എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, എത്ര കാലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ് അത് കൺഫേം ആക്കുകയും എത്ര ലെവലിലുണ്ട്, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ സിംറ്റംസ് എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സിവിയർ കേസസിലൊക്കെ വിത്ത് മെഡിക്കേഷനോട് കൂടിയുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ആന്റി ഡിപ്രസൻസ് അത്യാവശ്യമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം സൈക്കോ തെറാപ്പീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് CBT, ബിഹേവിയറൽ തെറാപ്പീസ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ്, എക്സസൈസ്, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തെറാപ്പിയാണ് ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അതൊരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ആ നിരന്തരം എല്ലാ വർഷവും വരുന്ന സീസണൽ അഫക്റ്റീവ് ഡിസോർഡറിന്റെ തോത് വലിയ രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു.